2 ദിവസമായി കേരളത്തിൽ മഴ തകർത്ത് പെയ്യുകയാണ്. കണ്ണൂർ ജില്ലയിലും വിവിധയിടങ്ങളിലും വെള്ളപ്പൊക്കവും കനത്ത നാശനഷ്ടവുമാണ് ഉണ്ടായത്. ദേശീയപാതയിൽ തളിപ്പറമ്പ് ചിറവക്കി ഇറക്കത്തിൽ നിന്നും രാജരാജേശ്വര ക്ഷേത്രം ഭാഗത്തെ തമ്പുരാൻ നഗറിലേക്കുള്ള റോഡ് മഴയിൽ ഇടിഞ്ഞു വീണു. സ്വകാര്യ വ്യക്തി റോഡിനോട് ചേർന്ന് വലിയ ആഴത്തിൽ മണ്ണിടിച്ചു നീക്കിയിരുന്നു. ഇതാണ് റോഡ് ഇടിയാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നിലവിൽ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാത്ത വിധത്തിലാണ് റോഡ് തകർന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ദേശീയപാതയിലെ ചിറവക്കിറക്കത്തിൽ നിന്ന് രാജരാജേശ്വര ക്ഷേത്രം ഭാഗത്തെ തമ്പുരാൻ നഗറിലേക്കുള്ള റോഡിന്റെ വലിയൊരു ഭാഗം ഇടിഞ്ഞു വീണത്. റോഡിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തി ആഴത്തിൽ മണ്ണ് നീക്കം ചെയ്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡിന്റെ പകുതിയിലേറെ ഭാഗം തകർന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. റോഡിടിയുമ്പോൾ വാഹനങ്ങളൊന്നും കടന്നു പോകാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. അപകട സാധ്യത ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അന്ന് നഗരസഭയുടെയും ജിയോളജി വകുപ്പിന്റെയും അനുമതിയോടെയാണ് മണ്ണ് നീക്കുന്നതെന്നാണ് സ്വകാര്യ വ്യക്തികൾ പറഞ്ഞത്. ഇത് വലിയ ദുരന്തത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചത്. ഞാൻ പടി ഇവിടെ വെച്ച് നിർത്തി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾ എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെർമിഷൻ ഉണ്ട്, ജിയോളജി വകുപ്പിൻ്റെ പെർമിഷൻ ഉണ്ട്, ഇങ്ങനെ എല്ലാ പെർമിഷനും ഉണ്ട്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നുള്ള അയാളുടെ വാശിയാണ്. ശരിക്കും ഇത് ഈ സ്ഥലത്ത് നിന്ന് ഈ മണ്ണെടുത്തു കഴിഞ്ഞാൽ ഇത് ഇടിഞ്ഞു പോകുന്നുള്ള ഞങ്ങളെല്ലാവരും അയാളെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ മിക്ക ഭാരവാഹികളും എല്ലാവരും കൂടി അയാൾ ശരിക്കും ബോധ്യപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് ബോധ്യപ്പെട്ടിട്ടും അയാളുടെ പണിയുമായിട്ട് മുന്നോട്ട് പോയത്. ശരിക്കും അയാൾ ഇതിന് വളരെ ഉത്തരവാദിയാണ്. അതേപോലെ മുനിസിപ്പാലിറ്റി ഇതിന് പെർമിഷൻ കൊടുത്ത് അവരും ഉത്തരവാദിയാണ്. ജിയോളജി വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥന് പെർമിഷൻ കൊടുത്തിരുന്ന അയാൾ പറഞ്ഞത്. അത് നമ്മൾ കണ്ടില്ല പെർമിഷൻ. ആ പെർമിഷൻ കൊടുത്ത ആളും കൂടി ഇതിന് ഉത്തരവാദിയാണ്. കാരണം വെച്ചാൽ ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ ദ്രോഹമാവുന്ന ഈ പ്രവൃത്തി ഇവിടെ വെച്ച് നിർത്തണമെന്ന് റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാ ആൾക്കാരും ഒന്നിച്ച് അയാളോട് ആവശ്യപ്പെട്ടതെന്ന്. പക്ഷേ അയാൾ ഇതിന് പ്രിക്കോഷൻ ചെയ്യുക, മതിൽ കെട്ടാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ചെയ്തിട്ടുമില്ല. മണ്ണ് മുഴുവൻ എടുത്തുകൊണ്ട് അയാൾ മണ്ണ് വിറ്റിച്ചടക്കം പൈസ ഉണ്ടാക്കി നാട്ടുകാരുടെ സുരക്ഷ അയാൾ ലേശം വകവെച്ചില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് അയാൾ തന്നെ ഇതിന് വേണ്ടുന്ന ശക്തമായ ഉടനെ നടപടിയെടുത്ത് ഈ റോഡിനെ ഗതാഗത യോഗ്യമാക്കണം. നാട്ടുകാർക്കെതിരെ ഇവിടുത്തെ വഴി ഓപ്പൺ ആക്കണം. രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പലമായ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വഴിയാണിത്. അതുകൊണ്ട് ഇത് അത്രയും പെട്ടെന്ന് ഇത് റോഡ് ഗതാഗത യോഗ്യമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാട്ടുകാരുടെ സേഫ്റ്റി ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്പലത്തിലേക്ക് പോകുന്ന ഭക്തർ ഇത് റോഡ് അറിയാതെ തിരിച്ച് ഇതിലേക്കൂടെ പോകുമ്പം ഈ റോഡ് ബ്ലോക്ക് ആണെങ്കിൽ അവരുടെ എത്തുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ അതും വളരെ അപകടത്തിന് സാധ്യതയുള്ള ഇതാണ്. ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡ് ശരിയാക്കേണ്ടതാണ്. പ്രദേശവാസികൾ പ്രധാനമായും ആശ്രയിക്കുന്ന റോഡ് തകർന്നതോടെ എവിടേക്കും പോകാൻ സാധിക്കാത്ത സാഹചര്യമായി. ഇടിഞ്ഞ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുതി തൂണും ഇപ്പോൾ അപകട ഭീഷണിയിലായതോടെ വൈദ്യുതിയും വിച്ഛേദിച്ചു. ഓരോ നിമിഷവും കൂടുതൽ ഭാഗം ഇടിഞ്ഞു വീഴുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് ഇവിടെ നടപ്പാക്കിയിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ തന്നെയുള്ള എല്ലാവിധ വകുപ്പുകളിൽ നിന്നുള്ള അനുമതികൾ ലഭിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ സ്ഥലവുടമ ഇർഷാദ് ഈ പണിയുമായിട്ട് മുന്നോട്ട് വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാൻ നഗർ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ അന്നത്തെ കമ്മിറ്റി ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ചേർന്ന് ഇതിനെതിരെ പോലീസിലും റവന്യൂ വകുപ്പിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലൊക്കെ തന്നെ പരാതിയുമായി പോയിട്ടുണ്ടെങ്കിലും അധികാരികൾ കൃത്യമായുള്ള രീതിയിൽ അവർക്കുള്ള പരിരക്ഷ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതിൻ്റെ വർക്കുകളുമായിട്ട് നടന്നത്. പിന്നീട് റീടൈൻ വാളുകൾ ചെയ്യാമെന്നുള്ള അവരുടെ ഉറപ്പ് അതിനടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള വർക്കുകളുമായിട്ട് മുന്നോട്ട് പോയിരുന്നത്. ചുറ്റുമതിലൊക്കെ കെട്ടി നാട്ടുകാർക്കൊക്കെ കാണാത്ത രീതിയിലേക്ക് വളരെ ഭീകരമായുള്ള രീതിയിലൂടെ മണ്ണെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നത്. അതിനെതിരെ കൃത്യമായിട്ട് ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷനും കൃത്യമായുള്ള രീതിയിൽ പ്രവർത്തനങ്ങളും അതിനെതിരെയുള്ള രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും അവരുടെ ഭാഗത്തുനിന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നടപടികളും കാര്യങ്ങളും ഒന്നും തന്നെ കൈക്കൊള്ളാൻ വേണ്ടി അവർ തയ്യാറായിരുന്നില്ല. അതിനെതിരെ പിന്നീട് ഇപ്പം നിലവിൽ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പേരിൽ അവർക്കെതിരെ കേസുകൾ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ ആ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ കൃത്യമായുള്ള രീതിയിൽ ഒരു കാര്യങ്ങളും അവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ മുന്നോട്ട് നമ്മൾക്ക് ഈ ജനങ്ങൾക്കുള്ള പരിരക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതിനെതിരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നാട്ടുകാരൊക്കെ തന്നെ അതിനെതിരെ പ്രതിഷേധത്തിലാണ്. എത്രയും പെട്ടെന്ന് ഇതിനെതിരെയുള്ള കൃത്യമായുള്ള നടപടികളും കാര്യങ്ങളും സ്വീകരിച്ചില്ലെങ്കിൽ പുനഃ മറ്റുള്ളവരുമായി ചിന്തിച്ച് നാട്ടുകാരും ഒക്കെ ചിന്തിച്ചിട്ട് ബാക്കിയുള്ള നടപടികളുമായിട്ട് ജനങ്ങൾ മുന്നോട്ട് ഇറങ്ങുമെന്ന് മാത്രമേ അധികാരികളോട് പറയാനുള്ളൂ. റോഡിൽ നിന്ന് കുറഞ്ഞത് 1 മീറ്റർ അകലം പാലിച്ച് മാത്രമേ മണ്ണ് നീക്കം ചെയ്യാവൂ എന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് വാർഡ് കൗൺസിലർ പറഞ്ഞു. മുൻ കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് കോടതി മുഖേന സ്റ്റേ ഉത്തരവ് നൽകിയിരുന്നു.
രാത്രികാലങ്ങളിലടക്കം JCB ഉപയോഗിച്ചാണ് ഇവിടെ നിന്ന് വ്യാപകമായി മണ്ണ് നീക്കം ചെയ്തതെന്നും വാർഡ് കൗൺസിലർ P. ലതിക പറയുന്നു. കുപ്പത്തേക്ക് പോകുന്നിടത്തുനിന്ന് നമ്പുരാൻ നഗറിലോട്ട് കയറുന്ന സ്ഥലം, അവിടുന്ന് പഴയ കൗൺസിലർ മാധവി ടീച്ചറെ വീടിൻ്റെ മുന്നിലായിട്ടുള്ള റോഡാണ് ഇടിഞ്ഞിട്ടുള്ളത്. അത് അവർ സ്ഥലം 1 മീറ്റർ വിട്ടിട്ട് മണ്ണെടുക്കണമെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. മണ്ണെടുക്കുന്ന സമയത്ത് തന്നെ സ്റ്റേ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. പഴയ കൗൺസിലറും മിനിയേച്ചിയും കൂടി, മാധവി ടീച്ചറെ മോള് മിനിയേച്ചിയും കൂടി സ്റ്റേ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. അത് അവർ സ്റ്റേ മാറ്റി പിന്നെ ആദ്യം മണ്ണെടുക്കാൻ തുടങ്ങി. രാത്രി ആരും കാണാതെയാണ് JCB വെച്ചിട്ട് മണ്ണെല്ലാം മാന്തിയിട്ടുള്ളത്. അതിപ്പോൾ റോഡിന് കണക്കായിട്ട് മണ്ണ് മാന്തിയത് കാരണമാണ് മണ്ണിടിയാനുള്ള ഒരു കാരണം. അതിപ്പോൾ അവർ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് സിമെൻ്റ് ഇട്ട് വലിയ വാർത്ത് കെട്ടുക തന്നെ ചെയ്യണം. അടി മുതൽ ഒരു 3-4 മീറ്ററോളം ഉണ്ടാവും. 4 മീറ്റർ പോരാ, അതിലധികം. ഗതാഗതം ഇന്നലെ വൈകുന്നേരം 7 മണിയാകുമ്പോഴാണ് ഇത് ഇടിഞ്ഞത്. അവിടുന്ന് ആ സമയം മുതൽ ഗതാഗതം തടസ്സം തന്നെയാണ്. അമ്പലത്തിന് മുന്നിൽ ഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റൂല, ഈ ഭാഗത്തേക്കൂടെ പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്, വണ്ടികളും ആൾക്കാരുമായിട്ട്. ആർക്കും ഇന്നലെ മുതൽ ഈ സമയം വരെ പോകാൻ ഒരു വഴിയുമില്ല. ഇനി അത് എത്രയും പെട്ടെന്ന് ഇത് കെട്ടിയാൽ മാത്രമേ വഴി പോകാൻ പറ്റുള്ളൂ. റോഡ് ഇടിഞ്ഞത് മാത്രമല്ല അതിൻ്റെ സൈഡെല്ലാം കീറ് വീണിട്ടുണ്ട്. അതും എത്രയും പെട്ടെന്ന് റോഡ് കെട്ടി ശരിയാക്കിയാൽ എല്ലാവർക്കും പോയി വരാൻ പറ്റും. വിവിധയിടങ്ങളിൽ നിന്നും ദിവസേന 100 കണക്കിന് ഭക്തർ എത്തുന്ന രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന റോഡാണ് തകർന്നത്. പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിരോധിച്ചു. മഴ കൂടുതൽ ശക്തമാവുന്നതോടെ റോഡ് മുഴുവനായും ഇടിയുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ഗതാഗതവും പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്.